സോഷ്യൽ മീഡിയയിലൊക്കെ PG മോഹൻദാസിനെ കൊലവിളിക്കുന്ന സംഭാഷണങ്ങളാണ്. അതുകൊണ്ടൊന്നും പറയണമെന്ന് കരുതിയതാണ്. ഒരു പാവപ്പെട്ട ഒന്നിനും ശേഷിയില്ലാത്തൊരു മനുഷ്യൻ ഉള്ളിലുള്ള ഒരു വിദ്വേഷം, ഒരു വിഷം പുറത്തേക്ക് തുപ്പി. PG മോഹൻദാസ് ഒരു വ്യക്തിയല്ല കേട്ടോ. ഒരു നിവൃത്തിയും കഴിവും ശേഷി ആരോഗ്യമൊന്നും ഇല്ലാന്നിട്ടും ഇങ്ങനെ പെൺകുട്ടികളെ ആകെ ബലാത്സംഗം ചെയ്യണം, എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്ന് ശവം ആശുപത്രിയിലേക്ക് കൂട്ടണം എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിനകത്തുള്ള ബോധ്യം. PG മോഹൻദാസ് ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ്, വിദ്വേഷത്തിന്റെ പ്രസ്ഥാനം. അത് വിചാരധാരയിൽ നിന്ന് വരുന്നതാണ്. അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മനുഷ്യനെ കൊന്നു തിന്നുന്ന, സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്ന മനുഷ്യത്വഹീനമായ ഒരു ദുഷിച്ച സംസ്കാരത്തിന്റെ ബാക്കിപത്രം. അതുകൊണ്ട് PG മോഹൻദാസിനെ ശിക്ഷിക്കുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാവില്ല. ഓരോ മോദി വിരുദ്ധമായ, സർക്കാർ വിരുദ്ധമായി സംസാരിക്കുന്നവരുടെയും ആളുകളിലും വീഡിയോകളുടെയൊക്കെ കീഴെ വരുന്ന അസഭ്യവും കൊലവിളികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത് വ്യക്തമാകും. നേരിട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ അമർഷം തെരുവിളിച്ചു തീർക്കുന്നത് വാസ്തവത്തിൽ സംഘപരിവാറിന്റെ ഉള്ളിൽ ഈ ബലാത്സംഗവും കൂട്ടക്കൊലയൊക്കെ തന്നെയാണ്. സ്ത്രീകളെ ആക്രമിക്കുന്നതും കുഞ്ഞുങ്ങളെ അടക്കം അപാലവൃദ്ധം ജനങ്ങളെയും കൊലക്കത്തിക്കിരയാക്കുന്നതും അവരുടെ വിശ്വാസബോധ്യമാണ്, അവരുടെ നിലപാടാണ്. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ സംസാരിക്കാൻ. അവരിനിയും തെരുവിളിക്കും, അസഭ്യമായിട്ട് വരും. അത് ഈ മനോഭാവത്തിന്റെ ഭാഗമാണ്. നേരെ കിട്ടിയാൽ ഈ ബലാത്സംഗവും കൂട്ടക്കൊലയൊക്കെ ചെയ്യും എന്ന അവരുടെ മനോഭാവത്തിന്റെ വെളിപ്പെടുത്തലാണ് അവയെല്ലാം. ഈ വീഡിയോയുടെ കഴിയും വരും അസഭ്യ പ്രഘോഷണം നടക്കട്ടെ.